ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരേ സ്ഥലത്ത് ചരിത്രവും ആധുനികതയും ഒത്തുചേരുന്ന ഒരു വിസ്മയ ലോകം. അതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ സമുച്ചയം. ഈ സമുച്ചയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാസ്തുവിദ്യ സൃഷ്ടികളിലൊന്ന്. അതെ, 16 ഏക്കർ വിസ്തൃതിയുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ കോംപ്ലക്സിലെ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബായ ഒക്യുലസ്. സ്പാനിഷ് ആർക്കിടെക്റ്റ് സാന്റിയാഗോ കാലത്രാവയുടെ സൃഷ്ടിയായ ഈ കെട്ടിടം വെളുത്ത ചിറകുകൾ വിരിച്ച സമാധാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 11,500 ടൺ വെളുത്ത സ്റ്റീൽ റിബ്സും 1,40,40,000 സ്ക്വയർ ഫീറ്റ് ഗ്ലാസും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം ഒരു ഗതാഗത കേന്ദ്രവും ഷോപ്പിംഗ് മാളും ചേർന്നതാണ്. ന്യൂയോർക്ക് നഗരത്തിലെ തീവണ്ടി ഗതാഗതം പൂർണ്ണമായും അണ്ടർഗ്രൗണ്ട് ആണ്. അത്തരം 12 സബ്വേ ലൈനുകളിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഈ ഒക്യുലസ് മാൾ. കൂടാതെ പബ്ലിക് ആർട്ട് ഇൻസ്റ്റലേഷനും കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിനും വേദിയാകാറുണ്ട് ഈ കെട്ടിടം. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ട്രാൻസ്പോർട്ട് ഹബ്ബുകളിൽ ഒന്നായ ഒക്യുലസിൻ്റെ നിർമ്മാണ ചെലവ് ഏകദേശം $4 ബില്യൺ. പാത്ത് ട്രെയിനുകളും സബ്വേയും ബന്ധിപ്പിക്കുന്ന ഈ ഹബ്ബ് ദിവസേന ആയിരക്കണക്കിന് ആളുകളുടെ യാത്ര സുഗമമാക്കുന്നു. ഹഡ്സൺ നദിയിലെ ഫെറി ടെർമിനലിലേക്കുള്ള നടവഴിയും ഈ ഹബ്ബിൽ നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതൊരു സ്മാരകം കൂടിയാണ്. ഓരോ സെപ്റ്റംബർ 11-നും സൂര്യപ്രകാശം കെട്ടിടത്തിനകത്തേക്ക് നേരിട്ട് കടന്നുവരുന്ന രൂപകൽപ്പന ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്നു, പ്രതീക്ഷയും സമാധാനവും പകർന്നുകൊണ്ട്. അത് നഷ്ടപ്പെട്ട 2977 ജീവനുകൾക്കുള്ള അനുസ്മരണമായി മാറുന്നു. ഇതിൽ രക്ഷാപ്രവർത്തനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 343 ഫയർ ഫൈറ്റേഴ്സിനാണ്. സെപ്റ്റംബർ 11 മെമ്മോറിയൽ മ്യൂസിയം, സ്മാരകക്കുളങ്ങൾ എന്നിവയെല്ലാം ഈ കെട്ടിടത്തിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം ചേർന്ന ഈ സ്ഥലം സന്ദർശകർക്ക് വല്ലാത്തൊരനുഭവമാണ് നൽകുന്നത്. വൺ വേൾഡ് ട്രേഡ് സെൻറ്ററും ഒക്യുലസ് എന്ന ഈ അതുല്യ കെട്ടിടവും ഇന്ന് ഈ നഗരത്തിൻ്റെ കരുത്തും മനുഷ്യരുടെ പ്രതീക്ഷയും പ്രതിനിധീകരിക്കുന്നു. അകത്തേക്ക് കടക്കുമ്പോൾ വലിയ വെളുത്ത ദേവാലയത്തിൽ നിൽക്കുന്നത് പോലെയുള്ള അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ചിറക് വിരിച്ച് പറക്കാനൊരുങ്ങുന്ന സമാധാനപ്രാവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പിടി ഓർമ്മകളുമായി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ന്യൂയോർക്കിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.